السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. എൻ്റെ വലതും ഇടതും ഇരിക്കുന്ന വലിയ ഉസ്താദ്മാരാണ്. ഉസ്താദുകളെ പഠിപ്പിച്ച ഉസ്താദാണ്. ചെറുപ്പം മുതലേ എനിക്ക് കിതാബ് ഓതി തന്ന ഉസ്താദാണ്. ഈ ഉസ്താദിനെ കുറേയായി ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നാണ് ആദ്യമായി കാണാൻ പറ്റിയത്. ഒരുപാട് തവണ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ പോയി ആ പച്ചക്കുപ്പ കണ്ട കണ്ണുകളാണ് ഇവരുടെയൊക്കെ. അവരുടെ ബറക്കത്തുള്ള ഈ മജ്ലിസിനെ ദുആക്കി ജന്നത്തുൽ മജ്ലിസാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ല നിയ്യത്തോടു കൂടി കർമ്മയെടുക്കുക. الدعاء مستجاب عند اجتماع المسلمين കാണാം. الدعاء مستجاب في مجالس الذكر കാണാം കിതാബിൽ. മുഅ്മിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതാണ്. 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന അവിടുത്തെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒക്കെ കാണാം. അപ്പൊ ഇതിലൊക്കെ ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. بسم الله الرحمن الرحيم. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العليم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الأعلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا الصم الناقع والدعاء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من زال قهرك والوباء وتحجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر. اللهم إنا نسألك أن تعيذنا من عذاب القبر. اللهم إنا نسألك أن تعيذنا من عذاب القبر وتعذرنا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار. اللهم يسر مسيرنا وسهل أمورنا وقض حاجاتنا يا قاضي الحاجات. اللهم حسن مرادنا. اللهم حسن مرادنا. اللهم حسن مرادنا ومراد من نعاننا ومراد من أوصانا في الدعاء يا ذا الجلال والإكرام. اللهم أنزل الرحمة والبركة والرحمة والعزة والصحة في هذا المجلس يا رب العالمين. اللهم بارك لنا في مجلسنا هذا يا رب العالمين. اللهم إنا نسألك توبة قبل الموت ورحمة عند الموت وراحة عند الموت ومغفرة بعد الموت. اللهم حفظ علينا في سكرات الموت. اللهم حفظ علينا في سكرات الموت. اللهم حفظ علينا في سكرات الموت. اللهم يا رب الأرباب ويا مفتح الأبواب
ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഹൃദയം പൊട്ടിയിട്ടാണ് പലരും ഇതിൽ കരങ്ങൾ ഉയർത്തുന്നത്. ആരുടെയെങ്കിലുമൊക്കെ ഒരു ആമീനിന്റെ ബറകത്ത് കൊണ്ട് ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ ആ ഉപ്പയുടെ ഖബർ നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനേ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനേ. ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് ആ ഉപ്പ യാത്ര പോയിരിക്കുന്നത്. ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഹയാത്തുള്ള ഖബറാക്കി മാറ്റണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിച്ചതുപോലെ ഹയാത്തുള്ള ഖബറാക്കി മാറ്റണേ റഹ്മാനേ. അവരുടെ വീടുകളിലൊക്കെ നീ ബറകത്ത് ചെയ്യണേ റഹ്മാനേ. അവസാനമായി ഞാനിങ്ങനെ ഇവിടെ വന്ന് ഉപ്പയെ കാണുമ്പോ ഡോക്ടർമാര് വന്ന് പൈപ്പിങ്ങനെ ചങ്കിലേക്ക് കുത്തുന്ന സമയത്ത് എന്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കിപ്പോഴും ഹൃദയത്തിൽ വേദനയുണ്ടേ അല്ലാഹ്. അർഹമുർറാഹിമീൻ തങ്ങളെ നല്ല വേദനയൊടുക്കുന്നുണ്ട്. എന്റെ ഈമാൻ സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കയ്യിൽ മുറുകെ പിടിച്ചിട്ടാണ് അവസാനം ഞാൻ കാണുന്നത് റബ്ബേ. ആ ഗതി ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ റഹ്മാനേ. ഞങ്ങളുടെ വീട് ആശുപത്രികളാക്കി നീ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് നീ തുടിപ്പിക്കല്ല റബ്ബേ. നഴ്സുമാരെ കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ അകത്തേക്ക് നീ കയറ്റിപ്പിക്കല്ല റഹ്മാനേ. നീ തന്ന റഹ്മത്ത്, നീ തന്ന അനുഗ്രഹങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് മുറിച്ചു മാറ്റേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. വിരല് മുറിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. കാല് മുറിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനേ. കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ലേ റഹ്മാനേ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ ഉസ്താദുമായ പള്ളിയിൽ ബക്കറ്റും പിടിച്ച് പിരിവെടുത്തേണ്ട ഗതികേട് വരുത്തല്ല അല്ലാഹ്. ഒരാഴ്ചയെങ്ങാനും സുഖമില്ലാതെ മൂക്കിൽ പൈപ്പ് വിട്ട് ഞങ്ങളുടെ വീടിന്റെ മൂലയിൽ കിടന്നാൽ ഈ പ്രകൃതിയൊക്കെ പോകും റഹ്മാനേ. ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗം തരല്ലേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗവും നീ തരല്ല റഹ്മാനേ. അങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങാനും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പ്രഭാവമുണ്ടെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ. ഞാനും കെട്ടിരിക്കുന്ന വസ്ത്രം ഞങ്ങളുടെ മശായിഖന്മാരിട്ടിരിക്കുന്ന വസ്ത്രമാണ്. ഞാനിട്ടിരിക്കുന്ന വസ്ത്രം, ഞങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ മശായിഖന്മാരിട്ടിരിക്കുന്ന വസ്ത്രമാണ്. ഈ വസ്ത്രമിട്ട് വല്ല ഹറാമെങ്ങാനും എന്റെ ഹൃദയത്തിൽ വന്നാൽ, എന്റെ പ്രവർത്തനത്തിൽ വല്ല ഹറാമിയത്തും വന്നാൽ, ഇവരൊക്കെ എനിക്കെതിരെ ദുആ ചെയ്യും റഹ്മാനേ. എന്റെ ശരീരം നിന്റെ മലായികത്തുകളുടെ തലവിലാക്കി നീ സംരക്ഷിക്കണം. അവരിൽ കിടക്കുന്ന ശൈഖുനായ ഉസ്താദ് മുതൽ AK ഉസ്താദ് മുതൽ അയ്യൂബ് സഅദ് ഉസ്താദ് മുതൽ എനിക്കെതിരെ ദുആ ചെയ്യും റബ്ബേ. കാക്കണേ റഹ്മാനേ, കാക്കണേ റഹ്മാനേ. മരണം വരെ ദീനിന്റെ ഖാദിമായി ഞങ്ങൾ നീ വളർത്തണേ റഹ്മാനേ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി സഹായം ചോദിക്കുന്ന ഗതികേട് വരുത്തല്ല റബ്ബേ. പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ പോയി കടം മേടിച്ച് ജീവിക്കേണ്ട ഗതികേട് വരുത്തല്ല റഹ്മാനേ. ഹൈറായ വരുമാനത്തിന്റെ വഴികളൊക്കെ നീ തുറന്നിട്ട് കൊടുക്കണം റഹ്മാനേ. കണ്ണെത്താത്ത ദൂരത്താണ് ഞങ്ങളുടെ കൺമണികളായ മക്കളൊക്കെ കുടുംബം നോക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് കരേക്കാട്
ഭാഗത്ത് ഒരു മയ്യത്ത് പെട്ടിയിലാക്കി ഇങ്ങോട്ട് വന്നു. ആ ഗതി ഞങ്ങളുടെ മക്കൾക്ക് വരുത്തല്ല. ഞങ്ങളുടെ കൺമണികളാണ് ഞങ്ങളുടെ മക്കൾ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട ഗതികൾ ഞങ്ങൾക്ക് വരുത്തല്ലേ. ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണം. ആ മുഖത്ത് നോക്കി ഉപ്പായെന്ന് വിളിച്ച് തൂക്കി മാറിയിട്ടില്ലല്ലോ. ഒരുപാട് കാലം അവരുടെയൊക്കെ തണലിൽ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം. ഞങ്ങളുടെ ദുനിയാവിലെ സ്വർഗം ഉപ്പയും ഉമ്മയും ഉള്ളിടത്തോളം കാലമാണ്. ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനേ. ഇവിടെയുള്ള ഉമ്മാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ മക്കളൊക്കെ കയറി ചെന്ന വീടുകൾ നീ പറക്കത്തുള്ള വീടുകളാക്കണമല്ലോ. ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നവരല്ലോ നീ സംരക്ഷിക്കണം റഹ്മാനേ. അപ്പേ വീടില്ലാത്ത പലവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വീടില്ലാത്ത പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ജനതയുടെ മക്കൾ നിൽക്കുന്നവരുണ്ട്. അപ്പേ വാടക പെരകളിൽ നിന്ന് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകേണ്ട ഗതികേട് വരുത്തല്ല. സർക്കസുകാരെ പോലെ 6 മാസം ഈ വീട്ടിലും 6 മാസം ആ വീട്ടിലും ഇങ്ങനെ കറങ്ങി നടക്കേണ്ട ഗതികേട് വരുത്തല്ല. ഞങ്ങളുടെ മക്കളുടെ കണ്ണീര് കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല. വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണം. ഞങ്ങളുടെ ഭാര്യയാണ് ഞങ്ങളുടെയൊക്കെ പിൻബലം ദീർഘായുസ്സ് കൊടുക്കണം. ഞങ്ങളുടെ ഭാര്യമാരാണ് ഞങ്ങളുടെ പിൻബലം. ഞങ്ങൾ പുറത്തേക്ക് വാഹനമൊക്കെ പോകുമ്പോൾ വീടിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പോകുന്നത്. എല്ലാ കഴുക കണ്ണുകളെ തൊട്ടും നീ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഭാര്യമാര് മരിച്ച് മറ്റൊരു വിവാഹം കഴിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ഭാര്യമാര് മറ്റുള്ളവരെ വിവാഹം കഴിക്കേണ്ട ഗതികേടും നീ വരുത്തല്ല. ഞങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണല്ലോ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണം. റോഡുകളിൽ നിന്നും പെറുക്കി പെറുക്കി അടിച്ചു വാരി കൂട്ടേണ്ട മയ്യത്തുകളാക്കി ഞങ്ങളുടെ മയ്യത്തുകളെ മാറ്റുന്നവരെ ഡോക്ടർമാർക്ക് ഇങ്ങനെ വെട്ടി കീറി പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട മയ്യത്തുകളാക്കി മാറ്റുന്നവരെ ഞങ്ങൾക്ക് നീ ക്യാൻസർ രോഗം തരുന്നവരെ, വെള്ളപ്പാണ്ട് തരുന്നവരെ, രോഗം തരുന്നവരെ, ജനങ്ങൾ അടക്കുന്ന കൊടുക്കുന്ന രോഗങ്ങളൊന്നും തരുന്നവരെ. ഒരു നേരത്തെ ഡോക്ടർമാരുടെ ഫീസ് പോലും കൊടുക്കാനില്ലാത്ത സാധുക്കളാണ് റബ്ബേ ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങൾക്കൊക്കെ ആഴ്ചയിൽ 4000 രൂപ കൊടുത്ത് ഡയാലിസിസ് നടത്തേണ്ട ഗതികേട് വന്നോ. ഞങ്ങളുടെ വീടിന്റെ ഗതിയൊക്കെ മാറും. നീ കാക്കണേ കാക്കണേ റഹ്മാനേ. ഇതേപോലെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ ഉസ്താദുമാർ ദിക്ർ ചൊല്ലുന്ന ഒരു ദിവസം വരും റബ്ബേ. ഇതേപോലെ ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലുന്ന സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരു ദിവസം വരും റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. എന്റെ വീട്ടിലൊന്നും മൗലൂദ് പറ്റുന്ന ദിക്ർ പറ്റില്ല എന്ന് പറഞ്ഞ് ഉസ്താദുമാരെ ആട്ടിവിടുന്ന ഞങ്ങളുടെ മക്കളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാര് കാട്ടിത്തന്ന പാതയുണ്ട്, അതിൽ ഞങ്ങൾക്ക് പിൻപറ്റണമോ നീ തൗഫീഖ് നൽകണം. സ്വാലിഹീങ്ങളായ മക്കളെ മോഹു ഞങ്ങൾക്ക് നീ തരണം. ഞങ്ങളുടെ മക്കളൊക്കെ മുതഅല്ലിമീങ്ങളാണ് റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനേ. ഒരു കൂട്ടുകെട്ടിലും പെടുത്തി ഞങ്ങളുടെ മക്കളെ വഴി തെറ്റിച്ച് കളയേണ്ട മക്കൾ എത്രയോ കേസുകളാണ് എന്റെ അടുത്ത് ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഇങ്ങനെ വന്ന് പറയാൻ. മക്കൾ കണ്ണുണ്ണിയന്മാരാണ്, പഞ്ചാബിന്റെ അടിമകളാണ്, മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ കളിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ വന്ന് കരയുന്ന എത്രയോ സംഭവങ്ങൾ കാണാം. ഞങ്ങളുടെ ഡ്രസ്സിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ കോട്ടം ഒരുത്തല്ല റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനേ. اللهم استجب دعاءنا اللهم استجب دعاءنا اللهم استجب دعاءنا يا الله يا الله يا الله. ربنا
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سلمنا الله في الدارين آمين آمين برحمتك يا أرحم الراحمين.